ഹലോ മക്കളെ, CET 2025 എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം CET എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ടാമതായിട്ട് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതാൻ പോകുന്ന രണ്ടാമത്തെ എക്സാമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ CET എന്ന് പറയുന്നത്. അപ്പോൾ ഈ CETന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പല പല യൂണിവേഴ്സിറ്റീസിലോട്ട്, അതായത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആവട്ടെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആവട്ടെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആവട്ടെ, എന്തിനും നമ്മുടെ ICAR പോലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, CETന്റെ അണ്ടറിൽ കഴിഞ്ഞ വർഷം വന്നിട്ട് എൻ്റെ മുമ്പത്തെ വർഷത്തോടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിംഗിൾ എക്സാം എഴുതിയിട്ട് അതിലൂടെ പല പല കോഴ്സുകളിലോട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. അപ്പോൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നാണ് എക്സാം ഡേറ്റ്, എന്നാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ് വരുന്നത്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിരിക്കണം. ഒരിക്കലും ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്ത് പറയാൻ, ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അഥവാ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ CET പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. എന്നാൽ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൂടുന്നുണ്ട്. ലാസ്റ്റ് ഇയർ, അതായത് 2024 തന്നെ 13 ലക്ഷത്തോളം കുട്ടികളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ CET എക്സാം എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സ്ട്രീമിൽ പോകാനും ആയിക്കോട്ടെ, ICAR ആയിക്കോട്ടെ, അതല്ല ഡയറക്റ്റ് ഡൽഹി ഓരോ യൂണിവേഴ്സിറ്റീസിലോട്ട് പോകാനായിക്കോട്ടെ, നിങ്ങൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് വളരെ അധികം കോമ്പറ്റീഷൻ നേരിടാൻ പോകുന്ന ഒരു എക്സാമായി മാറുകയാണ് നമ്മുടെ CUET എന്ന് പറയുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നീറ്റ് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് 24 ലക്ഷമാണ് കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ളത്. ഈ വർഷം എന്ത് ചെയ്യും, അതിലെക്കാട്ടും കൂടും, ഉറപ്പായിട്ടും കൂടും. എത്രയൊക്കെ അതിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യും, എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ഇനിയും കൂടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ CETയുടെയും എന്ത് ചെയ്യും, നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമുക്ക് 2023 9th ഫെബ്രുവരിക്കാണ് എന്ത് ചെയ്തത്, നമ്മുടെ CETയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. 2024 27-ാം തീയതി ഫെബ്രുവരിക്കാണ് വന്നത്. ഓൾസോ 2025 ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 12 തൊട്ട് 15-ാം തീയതിക്കുള്ളിൽ, ഫെബ്രുവരി മാസം തന്നെ 12 തൊട്ട് 15-ാം തീയതിക്കുള്ളിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സാം ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തന്നെ 15 മെയ് തൊട്ട് 31 മെയ് വരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാം ഡേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനുള്ളിൽ തന്നെയായിരിക്കും നമ്മുടെ എക്സാം വരിക. അപ്പോൾ നിങ്ങൾക്കുള്ള ദിവസങ്ങൾ ഇനി വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം CET എന്ന് പറയുമ്പം എന്താണ്, ആ ഒരു ലാസ്റ്റ് ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ച് എഴുതിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വരത്തില്ല, നല്ലൊരു സ്കോറിലെത്താൻ വേണ്ടി കഴിയത്തില്ല. ഈ വീഡിയോ മെയിനായിട്ട് നമുക്ക് 2025 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ 2024 എഴുതിക്കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാർക്ക് എന്തോരമാണ്, നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോഗ്രാം, നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. നിങ്ങളുടെ CETന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾവേസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓൾവേസ് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു CETയുടെ ഒരു ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. ഓൾ കേരളയിലുള്ള എല്ലാ കുട്ടികൾക്കും, ഒരുപക്ഷെ നമ്മുടെ ചാനൽ അത്രമാത്രം പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് വെളിയിലോട്ടുള്ള സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളിത് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ട്സും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.